ഇവനാണ് അബി. ഇവൻ ഒറ്റൊരുത്തനാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. നീ ഒറ്റൊരുത്തൻ കാരണം ബസ് മിസ്സായത്. സോറിടാ മച്ചാ, ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടല്ലടാ. ഛേ, ഇന്നും അവളെ കാണാൻ പറ്റിയില്ല. നീ അവളെ നോക്കിയത് വെള്ളറക്കണ്ട. അവൾക്ക് സൈസിലുണ്ട്, ചേട്ടന്മാരുണ്ട്. അത് സാരല്ലടാ. ഇപ്പോഴത്തെ പ്രേമിക്കുന്ന പെണ്ണുങ്ങളുടെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് നാലം കൊള്ളുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞങ്ങളുടെ പ്രധാന പരിപാടി എന്താന്ന്. ഇതിനിടയിൽ എപ്പോഴും വന്നൊരു പ്രണയം. അഞ്ചു. പക്ഷേ ഒരു ദിവസം ഡ്യൂഡ്, ദർ ഇസ് എ പ്രോബ്ലം. എന്താടാ? നാളെ അഞ്ജുവും രാഹുലും നേരിട്ട് കാണാൻ തീരുമാനിച്ചു. അതിനെന്തിനാ അവൻ ഡെസ്പായിരിക്കണേ? സന്തോഷിക്കല്ലേ വേണ്ടത്. അവൾക്കൊരു ഡിമാൻഡ് ഉണ്ടാ. എന്ത് ഡിമാൻഡ്? അവൾക്ക് നാളെ പുതിയൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണം. അതേടാ, അവളൊക്കെ നാളെ കാണാൻ ചെല്ലുമ്പോഴേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈല് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഗിഫ്റ്റോ? അതും മൊബൈലോ? എടാ, അവളെ സൂക്ഷിച്ചോ മോനെ, അവള് നിന്നെ ഊറ്റി തുടങ്ങി. എടാ, അവളുടെ മൊബൈൽ വെള്ളത്തിലൊന്ന് കേടായി. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അവൾ കുറച്ച് പൈസയും ചോദിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച തിരിച്ചു തരാമെന്ന് പറഞ്ഞ്. എന്നാലും അവൾ എന്തുകൊണ്ടിട്ടാ ഇത്രയും വലിയ ഗിഫ്റ്റ് ചോദിച്ചേ? അതിന് ഈ മണ്ടൻ അവളോട് പറഞ്ഞത് അവനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അതും മാസം 50,000 രൂപ ശമ്പളം. അത് ഞാനൊരു വെയിറ്റിന് വേണ്ടി പറഞ്ഞതാ. നാളെ മൊബൈൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവൾ ഒരിക്കലും കാണാൻ പറ്റില്ല. നീ എങ്ങനെയെങ്കിലും ഒരു 10,000 രൂപ ഒപ്പിച്ചാ ഞാൻ കൂലിപ്പണിക്ക് പോയിട്ട് നിനക്ക് ഞാൻ തിരിച്ചു തരാം. പ്ലീസ് റാളിയാ. ഒരു വഴിയുണ്ട് മോനെ. ആ വഴി അബി ഏറ്റെടുത്തു. താങ്ക്സ് അളിയാ. വളരെ പ്രതീക്ഷയോടെയാണ് അവളെ കാണാനെത്തിയത്. അപ്പോഴാ അടുത്ത പ്രശ്നം. എടാ, അവൻ ഇതുവരെ അവളെ കണ്ടിട്ടില്ല. അവളിന് വില കുറെ പാട്ടാണെങ്കിലോ, അല്ലെങ്കിൽ അവളെ കേസിട്ടാണെങ്കിലോ, അച്ഛാ നിന്റെ തലയിലായ രക്ഷയില്ല മോനെ. നീ പെട്ടുപോകും മോനെ. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം നായ നക്കി. ഒരു പക്ഷേ അവളെ കൊള്ളാവുന്നോളാണെങ്കിലോ? പിന്നൊരു വഴിയുണ്ട്. എന്തായാലും അവള് വിളിക്കുമ്പോ നീ പോണ്ട. പിന്നെ ആര് പോവും? എടാ, അവൾ കൂറയാണെങ്കിൽ നീ അവളെ ഒരിക്കലും കാണാൻ പോണ്ട. അത് അവള് കൊള്ളാമെങ്കിൽ നിനക്ക് എപ്പോ വേണമെങ്കിൽ കാണാൻ പോവല്ലോ. അത് നല്ലൊരു ഐഡിയ. പക്ഷെ അവളുടെ അടുത്ത് ആര് പോവും? നിങ്ങളാരും പോയാൽ മതി. ഞാൻ പോവില്ലാട്ടാ. ഞാൻ പോവില്ല, അഭിയോക്കൊള്ളും അല്ലടാ. അബി പ്ലീസ് ഡാ, നിനക്ക് മാത്രം ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. നീ കാര്യത്തിൽ എക്സ്പെർട്ട് അല്ലേ. പ്ലീസ് ഡാ. അഞ്ചു. അതെ, സോറി, എന്നാ ബൈ. ഓക്കെ ശരി. രാഹുലേ, എനിക്കടാ. നീ പേടിക്കണ്ട, അവള് പോയി. 10,000 രൂപയും പോയി. എടാ രാഹുലേ, കിഡു ഐറ്റം കണ്ടില്ല നീ? 10,000 രൂപയും മൊബൈലും. നടന്നു പോണ പൂക്ക് കണ്ടാ. അങ്ങനെ കിട്ടി ഒരു 10,000-ന്റെ പണി.